വെൽക്കം ടു ഓറഞ്ച് ആപ്പിൾ മോട്ടിവേഷണൽ മോൺസ്റ്റർ. പ്ലാനിങ്ങിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പ്ലാനിങ് ലൈഫ് ലേണിംഗ് ലെസൺസിൽ ജീവിതാനുഭവ പാഠങ്ങളാണ് നമ്മൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബ് വീഡിയോയിൽ താഴെ നിങ്ങളുടെ വീഡിയോ കേട്ടതിന് ശേഷമുള്ള അഭിപ്രായങ്ങളൊക്കെ അതിൽ പങ്കുവെക്കുക. അത് ഏതായിരുന്നാലും നിങ്ങൾക്ക് തോന്നിയ നിങ്ങളുടെ ചിന്തയിലുണ്ടായ നിങ്ങളുടെ അനുഭവ പാഠങ്ങളിലാണ് നിങ്ങൾ പങ്കുവെക്കേണ്ടത്. പ്ലാനിങ് ചില ഏരിയകളിലെ പ്ലാനിങ്ങുകളാണ് നമ്മൾ പറയുന്നത്. ജനറൽ ആയിട്ടുള്ള ചില പ്ലാനിങ്. ഇപ്പോൾ ഭാര്യയും ഭർത്താവും ഒരു യൂണിറ്റായി മാറുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. പലപ്പോഴും അത് സംഭവിച്ച ആളുകളിലൊക്കെ നല്ല പ്ലാനിങ്ങുകൾ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ല, അങ്ങനെ യൂണിറ്റ് ആയതുകൊണ്ട് വലിയ പ്ലാനിങ് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിന് വേറെ കുറേ കാരണങ്ങളുണ്ട്. ഇനി പ്ലാനിങ് അറിയില്ല, പ്ലാനിങ്ങിനെ കുറിച്ച് ബോധമില്ല, അല്ലെങ്കിൽ പ്ലാനിങ് എന്താണെന്നുള്ളത് ഒരു കറക്റ്റായിട്ട് ഞാൻ വിചാരിക്കുന്നതാണോ പ്ലാനിങ് എന്നതിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ല. പ്ലാനിങ് ഒരു ഇഗ്നോറൻസ്, അതിലൊരു അറിവില്ലായ്മ ചെറുതായിട്ടുണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് അതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. യൂട്യൂബിലോ ഗൂഗിളിലൊക്കെ നോക്കി, അല്ലെങ്കിൽ ചാറ്റ് ജിപിടിയിലോ ഡീപ്സിക്കിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു ഇന്റർനാഷണൽ ഇൻഫോർമേഷൻ, ഇപ്പോൾ കലക്റ്റീവായിട്ട് അതിനകത്തുള്ള ഇൻഫോർമേഷൻ, എല്ലാ ഭൂമിയിലെ ജീനിയസ് ആയിട്ടുള്ള സയന്റിസ്റ്റുകളായിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള വലിയ വൈസ് പീപ്പിളുടെ എല്ലാ തോട്ട്സൊന്നും ഡീപ്സിക്കിൻ്റെ അകത്തോ ചാറ്റ് ജിപിടിയിലോ ഉണ്ടെന്ന് നമുക്ക് എന്തായാലും വിശ്വസിക്കാൻ 100% ഒരു തരവുമില്ല. കാരണം അത് അവരുടെ മനസ്സിൽ തന്നെയാണ്. അത് പലപ്പോഴും ബുക്കായിട്ട് വന്നിട്ടുണ്ടാവണമെന്നില്ല, ചിലപ്പം അത് ബുക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുള്ളൂ. ആയ ബുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യപ്പെടണമെന്നുണ്ടാവണമെന്നില്ല, ഏത് ഭാഷയിലാണെന്നോ ഒന്നും അറിയില്ല. അതുകൊണ്ട് അങ്ങനെ എല്ലാ ചിന്തകളും 100% ഇതിനകത്ത് ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ പോലും ഒരു ചെറിയ അളവിലെങ്കിലും, ഒരു സൂചന എന്നുള്ള രൂപത്തിലെങ്കിലും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും. കാരണം ചാറ്റ് ജിപിടിയിലും ഡീപ്സിക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചത് തലങ്ങും വിലങ്ങും തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചാലും കിട്ടാവുന്നത് ചിലതൊക്കെ 10% പോലും കിട്ടുന്നില്ല ചില സമയത്ത്. അപ്പൊ അത് അതിന്റെ കുറ്റമല്ല, അതിന്റെ പോരായ്മല്ല. അവർ തന്നെ ഡിസ്ക്ലെയിമർ ആയിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ പറയുന്നത് തന്നെ ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല, ഞങ്ങൾ പറയുന്നത് മുഴുവൻ ശരിയാവണമെന്നുമില്ല, നിങ്ങൾക്ക് അതിന്റെ മറ്റു സോഴ്സുകളും തേടാവുന്നതെന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും അവർ അത് പറയാറുണ്ട്, അവകാശപ്പെടാറുണ്ട്. അപ്പോ നമ്മൾ എന്തിനൊക്കെയാണ് പ്ലാനിങ് ആവശ്യം, പ്ലാനിങ് ജീവിതത്തിൽ ഉടനീളം ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ദൈവമേ, മനുഷ്യനൊരു 500 വയസ്സോ 1000 വയസ്സോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ മുമ്പ് വേദഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ 900 വർഷം ജീവിച്ച ആളുകളെ കുറിച്ചും 300 വർഷത്തിൽ കൂടുതൽ ഇരുന്ന ആളുകളെ കുറിച്ചും മരിക്കാതെ ജീവിച്ചിരുന്ന ആളുകളെ കുറിച്ചും പിന്നെ അങ്ങനെയുള്ള വലിയ തലമുറകൾ, വലിയ വയസ്സുള്ള ആളുകളെ കുറിച്ചൊക്കെ കാണാൻ പറ്റും. ചരിത്രത്തിൽ അത് യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കുന്ന അവശിഷ്ടങ്ങൾ ഭൂമിയിൽ നിലനിൽക്കുക കൂടി ചെയ്തതോടുകൂടി അത് കഥയും വെറും എഴുതിയുണ്ടാക്കിയ അവകാശവാദങ്ങളും അല്ല എന്നതിനപ്പുറത്തേക്കൊരു യഥാർത്ഥ ചരിത്രം കടന്നുപോയി എന്ന് മനസ്സിലാവും. അപ്പോൾ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള അത്രയും പ്രായം, അത്രയും വയസ്സ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ തലമുറക്കോ ഇതിന്റെ അടുത്ത തലമുറക്കോ ഉണ്ടാവുന്നുവെങ്കിൽ അവരുടെ പ്ലാനിങ്ങിന്റെ അവസ്ഥ എന്താകും, എങ്ങനെയാവും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മളുടെ ഒരു ചിന്തയിൽ നിന്നുകൊണ്ടുള്ള ഒരു ഭീതിയാണ്, അല്ലെങ്കിൽ ഒരു ചിന്തയാണ്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ വേറെ വിഷയം. കാരണം കാലത്തിനനുസരിച്ച്, കാലങ്ങളുടെ വേഗതക്കനുസരിച്ച്, കാലവേഗത്തിന്റെയും അറിവിന്റെയും വ്യാപ്തിക്കനുസരിച്ച്, നേടിയെടുക്കുന്നതിന്റെ അറിവിന്റെ അളവിനനുസരിച്ച്, ആഴത്തിനനുസരിച്ചൊക്കെ ആളുകൾക്കും തലമുറകൾക്കൊക്കെ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാവും. അത് വളരെ സ്വാഭാവികമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 60, 70, 90, 100, 110 വയസ്സ് തൊട്ട് മുമ്പത്തെ തലമുറ ജീവിച്ചിട്ട് പോലും അവർക്ക് ഈ ഒരു തലമുറ 20 തൊട്ട് ഇപ്പൊ ജനിച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറ 20, 25, 30 വയസ്സിനുള്ളിൽ നേടിയെടുത്തതിന്റെ 10-1 പോലും മനസ്സിലാക്കാനും അറിയാനും അനുഭവിക്കാനൊന്നും പറ്റാത്ത പോയ ആളുകളാണ്. അപ്പോ 10, 100, 1000 അവർക്ക് പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ അതിനേക്കാൾ എത്രയോ ഇരട്ടി സൗകര്യങ്ങളും സാഹചര്യങ്ങളും ടെക്നോളജിയും ഇലക്ട്രോണിക്സും കമ്മ്യൂണിക്കേഷൻസും എല്ലാം ഡെവലപ്ഡ് ആയിട്ടുള്ള വളരെ ചിന്തിക്കുന്നതിന് എത്രയോ അപ്പുറത്തേക്ക്, ആ ഒരു തലമുറയിൽ ആരെങ്കിലും ഇപ്പൊ ജീവിച്ചിരിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ നടക്കുമോ എന്ന് ചിന്തിക്കാൻ പറ്റുന്നതിന്റെ എത്രയോ അപ്പുറത്തേക്ക് ഇപ്പോഴത്തെ പുതിയ 2-3 തലമുറകളൊക്കെ മില്ലേനിയം അങ്ങനെയുള്ള പുതിയ എല്ലാ തലമുറകളിലും ഇപ്പം അത് അനുഭവിക്കാൻ പറ്റിയെന്നുള്ളത് ഒരു വലിയൊരു സംഭവമാണ്. അപ്പോൾ അറിവിന്റെ ആഴവും വിസ്തൃതിയും പരപ്പും ഇൻഫോർമേഷൻ ഇറയും വ്യാപ്തിയും ഒക്കെ വർദ്ധിക്കും തോറും കാര്യങ്ങളും കാലങ്ങളും ആളുകളും ജനറ്റിക്കലി അല്ലെങ്കിൽ
തലമുറക്കനുസരിച്ചൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ ഇനി എങ്ങനെ ഏതിനൊക്കെ പ്ലാനിങ് വേണം, ഒരു മനുഷ്യന് ഏത് ഏരിയയിലാണ് പ്ലാനിങ് വേണ്ടതെന്നുള്ളതാണ് പ്ലാനിങ്ങിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ. പ്ലാനിങ് എന്ന് പറയുന്നത് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രീ പ്രോജക്റ്റ് ആണ്. അത് ആക്ച്വലി അതിന് ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഷെഡ്യൂളാണ് ആക്ച്വലി പ്ലാനിങ്. ആക്ടിവിറ്റി ഷെഡ്യൂൾഡ്, റിസൾട്ടും ആക്ടിവിറ്റിയും ടൈം ഓറിയന്റഡ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തരത്തിലുള്ള ഒരു പ്രോസസ്സാണ് ആക്ച്വലി പ്ലാനിങ്. അപ്പൊ ആ പ്ലാനിങ് നമുക്ക് ഒരു കുട്ടിയാവുമ്പോൾ, ഇപ്പോൾ 10ാം ക്ലാസ് എക്സാമുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന നാട്ടിൽ പല സിലബസിലും എക്സാംസ്, ദുബായിലും ഷാർജയിലൊക്കെ ചില സിലബസുകളിലൊക്കെ 10th എക്സാം നടക്കുന്നുണ്ട് എന്നല്ല ആരോ പറയുന്നത് കേട്ടോ. അപ്പം ഈ എക്സാമുകളൊക്കെ നടക്കുന്ന സമയത്ത് കുട്ടിക്ക് പഠന ഷെഡ്യൂൾ ഉണ്ടാവും. ആ കുട്ടിയുടെ പഠനവുമായി ബന്ധപ്പെട്ടത് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണല്ലോ 10ാം ക്ലാസ് പരീക്ഷ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ആ പ്രോജക്റ്റിന് ഒരു ഷെഡ്യൂളും ടൈമും ഒക്കെ വെച്ചിട്ട് ആ കുട്ടി മാത്രമല്ല, കുട്ടിയുടെ പുറകിൽ കുട്ടിക്ക് എക്സാം എഴുതേണ്ട എക്സാമിനർ മുതൽ, കുട്ടിയുടെ എക്സാമിനേഷൻ ഹാള് തയ്യാറാക്കേണ്ട അസിസ്റ്റൻസ് മുതൽ, അതിൻ്റെ ഇൻവിജിലേറ്റേഴ്സ് മുതൽ, അതിൻ്റെ ടീംസ് മുതൽ, അതിൻ്റെ പരീക്ഷ പേപ്പർ നോക്കേണ്ട, അറിയേണ്ട, വിതരണം ചെയ്യേണ്ട ആളുകൾ മുതൽ, പിന്നെ അതിന് മുമ്പ് അത് തയ്യാറാക്കുന്ന ആളുകളും ഇവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അങ്ങനെ ഒത്തിരി ആളുകൾ ഇനിയിപ്പോൾ പഠിക്കാൻ വേണ്ടി രാത്രിയും പകലും സമയം മാറ്റി വെച്ച് ജീവിക്കുന്നതിനിടയ്ക്കുള്ള മാതാപിതാക്കളുടെ ഒക്കെ പ്ലാനിങ്ങുകൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഒരു പർട്ടിക്കുലർ പ്രൊജക്റ്റ്, ഒരു കോമൺ സോഷ്യൽ പ്രൊജക്റ്റിന് വേണ്ടി പ്ലാനുകളൊക്കെ എല്ലാ ആളുകളും അവനവൻ്റെ മറ്റുള്ള പ്ലാനുകളുടെ കൂടെ പ്ലാനുകൾ ആഡ് ചെയ്യും. അപ്പോൾ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട മാതാപിതാക്കൾ കുട്ടികൾക്ക് വേണ്ടി ആഡ് ചെയ്യുന്ന പുതിയ പ്ലാൻ അവർക്ക് പരീക്ഷ കഴിഞ്ഞാൽ വേണ്ട, പരീക്ഷയ്ക്ക് മുമ്പ് വേണ്ട, ആ സമയത്ത് മാത്രം, അല്ലെങ്കിൽ ആ സ്റ്റഡി ലീവിനും വെക്കേഷനും മോഡൽ എക്സാമിനും ഒക്കെയാണ് അവർ മാറ്റിവെക്കുന്ന ഒരു പുതിയ പ്ലാൻ. അപ്പോൾ ചില ആളുകൾക്ക് ചില പ്ലാൻ, എല്ലാ ആളുകൾക്കും എല്ലാ പ്ലാൻ അങ്ങനെ ഇല്ല. അപ്പോൾ ഒരു കാര്യം, പ്ലാനുകളെല്ലാം ബേസ് ചെയ്യുന്നത് ചന്ദ്രനെയും സൂര്യനെയും ഒക്കെ ബേസ് ചെയ്തിട്ടാണ്. അതായത് 24 മണിക്കൂറിനെ ബേസ് ചെയ്തിട്ടാണ്, 365 ഡേനെ ബേസ് ചെയ്തിട്ടാണ്, 7 ഡേയ്സ് ഓഫ് ദ വീക്കിന് അല്ലെങ്കിൽ 52 ആഴ്ചകളെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ പോലെയുള്ള ദിവസങ്ങളെ ബേസ് ചെയ്തിട്ടാണ് പ്ലാനുകളൊക്കെ നടക്കുക. കാരണം അതാണ് കോമൺലി എല്ലാവർക്കും ആവശ്യമുള്ള ഒരു അടിസ്ഥാന മാനദണ്ഡം. എന്തിനെ ബേസ് ചെയ്യുന്നുള്ള അടിസ്ഥാന മാനദണ്ഡം ദിവസത്തെയും മണിക്കൂറുകളെയും മിനിറ്റുകളെയും ഒക്കെ ബേസ് ചെയ്യുന്ന, ആഴ്ചകളെ ബേസ് ചെയ്യുന്ന, കൊല്ലത്തെ ബേസ് ചെയ്യുന്ന ഒരു പ്ലാൻ. അതാണ് ഏറ്റവും പ്രഥമമായിട്ടുള്ള ബേസുകളിലൊന്ന്. അപ്പോൾ പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കി, പ്ലാന് ആർക്കൊക്കെ വേണമെന്ന് മനസ്സിലാക്കി, പ്ലാനിന്റെ ആവശ്യകത എന്തിനാണ് വൈ പ്ലാൻ എന്നുള്ളത് മനസ്സിലാക്കി, എൻഡ് റിസൾട്ടിനാണെന്ന്. അപ്പൊ അതിന് ബേസിക് ആയിട്ട് ഉണ്ടാവേണ്ട ഒരു സിനാരിയോ അല്ലെങ്കിൽ ഒരു ചുമര് എന്ന് പറയുന്നത് ഈ സമയവുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് മനസ്സിലായി. ഇനി അത് എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല എന്നുള്ളതാണ് മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത്. അവിടെ തുടർന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു കുട്ടിക്കുണ്ടാകുന്ന പ്ലാനിങ് ഏരിയകളും ഒരു യുവാവിനുണ്ടാകുന്ന പ്ലാനിങ് ഏരിയകളും പിന്നെ ഒരു വിവാഹിതർക്ക് ഉണ്ടാകുന്ന പ്ലാനിങ് ഏരിയകളും കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പ്ലാനിങ് ഏരിയയും പിന്നെ അങ്ങനെ ഓരോ ഘട്ടത്തിനനുസരിച്ച്, ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിനനുസരിച്ച് പ്ലാനിങ് വിഭിന്നമാകുന്നു എന്നുള്ളതാണ്. ഇനി ഏറ്റവും നേരത്തെ പ്ലാൻ ചെയ്യുന്നത്, അപ്പം എൻ്റെ ഈ ഓരോ ഘട്ടത്തിന്റെ പ്ലാനിങ്ങും ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ വീഡിയോ കേൾക്കുന്ന അല്ലെങ്കിൽ 22 വയസ്സുള്ള ചെറുപ്പക്കാരനായ PG പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എൻ്റെ എല്ലാ പ്രായത്തിലേക്കുള്ള പ്ലാനിങ് ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റും. അതിൽ യാതൊരു കുഴപ്പമില്ല, അങ്ങനെ ഉണ്ടാക്കുന്നതിൽ യാതൊരു തെറ്റില്ല. അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും എളുപ്പം. പിന്നീട് അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാൻ പറ്റും. ആ പ്ലാൻ ആൾറെഡി ഒരു പിക്ചർ ഉണ്ടാവും, ആ ബ്ലൂ പ്രിന്റിന് ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും. അപ്പൊ ആ പ്ലാൻ ഉണ്ടാവണോ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാവുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഏറ്റവും മികച്ചത് എന്തൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പൊ ഏറ്റവും മികച്ച രൂപത്തിൽ വളരെ നേരത്തെ തന്നെ, അപ്പം ഞാൻ എത്ര കാലം ജീവിക്കുമെന്ന് എനിക്ക് അറിയില്ല, നമുക്ക് അറിയോ ഇല്ലേ എന്നുള്ളത് നമ്മളുമായി ബന്ധപ്പെട്ട കാര്യമല്ല. കാരണം നമ്മൾ അറിഞ്ഞിട്ടോ അറിയാതെയോ അല്ല, നമ്മൾ അറിഞ്ഞിട്ടല്ലല്ലോ നമ്മൾ ജനിച്ചത്. അപ്പൊ നമ്മൾ അറിഞ്ഞിട്ടല്ല നമ്മൾ മരിക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്ര കാലം ജീവിക്കുമെന്നുള്ള ആവറേജ് ഇറ ഓഫ് വെച്ചിട്ട് നമുക്കൊരു പ്ലാൻ ചെയ്യുന്നത് ഒരു മനുഷ്യ ജീവിതത്തിൽ മാത്രമാണ് സ്വപ്നവും പ്രതീക്ഷകളും ഒക്കെ ഉള്ള ഒരു മനുഷ്യന്. പ്രഭാതമാകുമ്പോൾ പ്രദോഷമാകുമെന്നും പ്രദോഷമാകുമ്പോൾ ഇനി പ്രഭാതമാകാനുണ്ടെന്നും എന്നൊക്കെയുള്ള മനുഷ്യന്റെ പ്രതീക്ഷകളാണ് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും രസകരമായ നാഴികക്കല്ലുകളൊന്നും, അപ്പൊ ചിന്തകളിലൊന്നും. അപ്പൊ അതിനനുസൃതമായി മനുഷ്യന്റെ ഏറ്റവും നല്ല ലെങ്തി ആയിട്ട് ഒരാൾക്ക് പ്ലാൻ ചെയ്യുമ്പോൾ അത്രയും ലെങ്തി ആയിട്ട് ഇരുന്നിട്ട് പേപ്പറും പേനയും എടുത്തിരുത്ത് വരച്ചുണ്ടാക്കി പ്ലാൻ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് മരണശൈലിയിൽ കിടക്കുന്ന അച്ഛൻ മകനെ വിളിച്ചിട്ട്, ഞാൻ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിരുന്നു മകനെ, ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു ആഗ്രഹിച്ചിരുന്നത്, അതിനുവേണ്ടി ഞാൻ കുറെ ഓടി, പക്ഷെ ഒന്നും നടന്നില്ല, ഇതിൽ ചിലതെങ്കിലും നിനക്ക് ചെയ്യാൻ പറ്റും, അത് നീ ട്രൈ ചെയ്ത് നോക്കുന്ന 76ാം വയസ്സിലോ 86ാം വയസ്സിലോ എന്താ പറയാ, മരണശൈലിയിൽ കിടന്ന അച്ഛൻ മകനോട് പറയേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായത് പ്ലാനിങ് ഉണ്ടായത് കൊണ്ട്, അല്ലെങ്കിൽ പ്രതീക്ഷകൾ ഉണ്ടായത് കൊണ്ടുമാണ്. അപ്പൊ അത്തരത്തിൽ പ്ലാനിങ്ങുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്
ഏറ്റവും പ്രധാനം. ഇനി ആ പ്ലാനിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തികൾ നമ്മൾ പിന്നീട് സംസാരിക്കും. ആക്ഷൻസ് ഒക്കെ നമ്മൾ പിന്നീട് സംസാരിക്കും. ഓരോ ടൈപ്പ് ഓഫ് ആക്ഷൻസ് പിന്നീട് സംസാരിക്കും. അപ്പൊ ഈ പ്ലാന് ഉണ്ടാവേണ്ടതാണെന്നും ഈ പ്ലാന് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള കറണ്ട് സിനാരിയോന്റെ ഒരു പ്ലാൻ ഉണ്ട്. ഒരു വർഷത്തേക്കുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുക ആദ്യം. ഈ ഒരു വർഷത്തെ ഞാൻ എൻ്റെ പ്രായം ഏത് പ്രായത്തിൽ നിൽക്കുന്നു, നിങ്ങളുടെ പ്രായം ഏതാണെന്ന് പറഞ്ഞ് നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് മെയിൽ ചെയ്യുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ എൻ്റെ നമ്പറിനകത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയയിലുള്ള പ്ലാനിങ് ആവശ്യമാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാൻ പറ്റും. ഏതായിരുന്നാലും യൂട്യൂബിൽ ഈ വീഡിയോക്ക് താഴെ നിങ്ങളുടെ കമൻറ്റുകൾ ഇടാൻ വേണ്ടി ശ്രമിക്കുക. ചർച്ച ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഇതല്ലാത്ത വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങളും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടൊന്ന് പറയാൻ ശ്രമിക്കുക അവിടെ. Wishing you all the very best and have a great day and God bless. Thank you so much and love you all.